നമസ്കാരം. ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തലസ്ഥാനത്ത് വളരെയധികം തിരക്കുള്ള പേട്ട ആനേറ ഒരുവാതിൽക്കോട്ട റോഡ് വികസനം എന്ന ദീർഘനാളായുള്ള കാത്തിരിപ്പിന് ഇപ്പോൾ വിരാമമായിരിക്കുകയാണ്. സിറ്റിയിൽ നിന്നും ബൈപ്പാസിലേക്കും ഒരുവാതിൽക്കോട്ട കിംസ് ആശുപത്രി, വേൾഡ് മാർക്കറ്റ്, ലുലു മാൾ ഭാഗങ്ങളിലേക്കുമുള്ള ഈ റോഡ് വികസനം പൂർത്തിയാകുന്നതോടെ ഗതാഗത കുരുക്കിന് വലിയൊരു ആശ്വാസമാവുകയാണ്. കേരള റോഡ് ഫണ്ട് ബോർഡ് മേൽനോട്ടം വഹിക്കുന്ന ഈ പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ്. സ്ഥലമേറ്റെടുപ്പ്, നഷ്ടപരിഹാര വിതരണം എന്നിവ പൂർത്തിയായതോടെ ഇരുവശത്തും ഓടകളുടെയും മാൻഹോളുകളുടെയും സുവറേജ് പണികളുടെ നിർമ്മാണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ പണികൾ ഇപ്പോൾ 30% പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇതിൻ്റെ പണികൾ ആരംഭിച്ചത്. 18 മാസമാണ് ഈ റോഡിൻ്റെ നിർമ്മാണ കാലാവധി. സിവറേജ് പണികൾ പൂർത്തിയായ ശേഷമായിരിക്കും പ്രധാന റോഡ് നിർമ്മാണം തുടങ്ങുന്നത്. പ്രധാനമായും 2 സ്ട്രെച്ചുകളായാണ് റോഡ് വികസിപ്പിക്കുന്നത്. ആദ്യ സ്ട്രെച്ചിൽ 2.4 കിലോമീറ്ററും രണ്ടാം സ്ട്രെച്ചിൽ 1.2 കിലോമീറ്ററും 170 മീറ്ററോളം പുതിയ റോഡും ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കും. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ 141 കോടിയാണ് പദ്ധതിയുടെ തുക അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. കിഫ്ബിയാണ് ഇതിനായുള്ള ഫണ്ട് നൽകുന്നത്. ഇരുവശത്തും ഫുട്പാത്തുകളും ഉണ്ടായിരിക്കും. 13 ബസ് ഷെൽട്ടറുകളും ഉണ്ടാകും. നഗരത്തിലെ സുപ്രധാനമായ റോഡുകളിൽ ഒന്നായ ഈ ഭാഗത്തിലെ നിർമ്മാണത്തെക്കുറിച്ച് മുൻപ് ഈ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. പണികൾ തുടങ്ങി എന്നറിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു അപ്ഡേറ്റിനായിട്ടാണ് ഇവിടെ എത്തിയത്. ഈ റോഡ് വരുന്നതോടെ നഗരത്തിൽ നിന്നും ബൈപ്പാസ് ഭാഗത്തേക്കും ഒരുവാതിൽക്കോട്ട ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾക്ക് അധികം തിരക്കില്ലാതെ കടന്നു പോകുവാൻ സാധിക്കും. ചാക്ക ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിനും വലിയൊരു ആശ്വാസമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. പുതിയ അപ്ഡേറ്റ് വാർത്തകൾ ലഭിക്കുമ്പോൾ വീഡിയോ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. തിരുവനന്തപുരത്തിലെ മറ്റൊരു വിശേഷവും കാഴ്ചയുമൊക്കെയായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.